വിശദമായ വാർത്തകളിലേക്ക്. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച് നടന്ന വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് പത്മകുമാറിനെ കൊല്ലത്തെത്തിച്ചത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടേഴ്സിനുള്ളിലേക്കുള്ള റോഡ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അത് വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വിവരം? ദിവിഷ്, എന്തായാലും 15 മിനിറ്റ് നീണ്ടു നിന്നു. അകത്തേക്ക് പോയ ശേഷം ഇപ്പോൾ എ പത്മകുമാറുമായുള്ള വാഹനം തിരികെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. എങ്ങോട്ട് പോയതാണ് എന്നുള്ളതിലാണ് ഇനി വ്യക്തത വേണ്ടത്. കാരണം ഏതാണ്ട് 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ആകും ഈ ജഡ്ജിന് മുന്നിൽ പത്മകുമാർ ഹാജരായത്. ശേഷം വാദം കേട്ടു. ഏതായാലും തെളിവുകളൊക്കെ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് SIT ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതെങ്കിലും എങ്ങോട്ടാണ് പത്മകുമാറുമായുള്ള വാഹനം പോയത് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വേണം. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് വാഹനവ്യൂഹം ഇത്തരത്തിൽ തേവള്ളിയിലെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് പോയത്. ജഡ്ജിനെ മുന്നിൽ ഹാജരാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും മടങ്ങിപ്പോയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടന്നു വന്നപ്പോഴും അത്തരത്തിൽ അദ്ദേഹം യാതൊരു സങ്കോചങ്ങളും ഇല്ലാതിരിക്കുകയാണ്. ചുറ്റും നിന്ന മാധ്യമപ്രവർത്തകരെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നമുക്ക് പ്രവേശനത്തിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണത്തിനുള്ളിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേഗത്തിൽ തന്നെ തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരം ദിവിഷ്, അതെ, തിരുവനന്തപുരം സബ് ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് ഇപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു സംഘം റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വിവരമാണ് ഇവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരത്തെ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും ആ ഒരു സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ എവിടേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോവുക, കൊട്ടാരക്കരയിലേക്കാണോ അതോ തിരുവനന്തപുരത്തേക്കാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും അത് വ്യക്തമാകുന്നു. തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് എ പത്മകുമാറുമായുള്ള വാഹനം ഇപ്പോൾ പോയിരിക്കുന്നത്. റിമാൻഡിൽ തിരുവനന്തപുരം സബ് ജയിലിലാകും കഴിയുക. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ തെളിവുകൾ, ഈ വൈകൽ എന്നൊക്കെ വലിയ വിമർശനവും ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. ആ വൈകൽ SIT സംഘം അന്നേ പറഞ്ഞിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഈ വൈകൽ ഉണ്ടാകുന്നത്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റിലേക്ക് പോകുന്നത്. അതായത് N വാസുവിനെ കസ്റ്റഡിയിൽ ലഭിച്ച ദിവസം തന്നെ ഇത്തരത്തിൽ മറ്റൊരു നോട്ടീസ് അയക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് രഹസ്യാത്മകവുമായിരുന്നു. നമുക്കറിയാം, ഇന്ന് ചോദ്യം ചെയ്യൽ രാവിലെ ചോദ്യം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തന്നെ ഹാജരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കാരണം കോടതി സമയം കഴിഞ്ഞിട്ടും പിന്നീട് ഈ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയാണ് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇപ്പോൾ എന്തായാലും ഹാജരാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെളിവുകളെല്ലാം അത്രമാത്രം സജ്ജമായതുകൊണ്ടാകുമ്പോൾ ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രം ആണ് നീണ്ടു നിന്നത്. ജഡ്ജിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം സബ് ജയിലിലേക്ക് റിമാൻഡിൽ പോവുകയാണ് പത്മകുമാർ. ശരി, AK സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, നമ്മൾ നേരത്തെ ഈ പത്മകുമാറിൻ്റെ പ്രതികരണം ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴി എല്ലാം അയ്യപ്പൻ അറിയാം എന്ന് പറയുന്നു. ഈ വിവാദങ്ങളുടെ തുടക്ക സമയത്ത് എൻ്റെ മുഖം കണ്ടില്ലേ, നല്ല ആത്മവിശ്വാസമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോൾ പക്ഷേ എല്ലാം തകിടം മറിയുകയാണ്. ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വിവാദങ്ങളുടെ ഒടുവിൽ 6ാമത്തെ അറസ്റ്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. സ്റ്റെഫിൻ തീർച്ചയായിട്ടും ദിവിഷ്, ഈ പത്മകുമാറിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിന് തന്നെ നാണക്കേടായി ഈ കാര്യം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഏതായാലും നേരത്തെ രാഹുൽ പങ്കുവച്ച തീരുമാനം ഏതാണ്ട് ഉറപ്പിക്കാം. തിരുവനന്തപുരത്തെ സബ് ജയിലിലേക്കാണ് പത്മകുമാറിനെ കൊണ്ടുപോകുന്നത്. വാഹനം ഏതായാലും തിരുവനന്തപുരം ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വാഹനം വലത്തേക്ക് തിരിഞ്ഞ് NHലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 71 കിലോമീറ്ററാണ് തിരുവനന്തപുരത്തേക്ക് ഉള്ളത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിലെല്ലാം തന്നെ കണ്ടു പോലീസിന്റെ കൃത്യമായ ഒരു അകമ്പടി ഉണ്ടായിരുന്നു. ഹൈവേ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര വന്നത്. ഏതാണ്ട് 4 പോലീസ് വാഹനങ്ങളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പത്മകുമാറിന്റെ വാഹനമാണ്. KL 03 എന്ന അദ്ദേഹത്തിന്റെ വാഹനം ഇന്ന് രാവിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി അദ്ദേഹം ഹാജരാകാൻ എത്തിയത് ഈ വാഹനത്തിലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒപ്പം തന്നെ ഡ്രൈവർ എല്ലാം ആ വാഹനത്തിലുണ്ട്. അവരും ആ വാഹനത്തെ പിന്തുടരുകയാണ്. ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഏതായാലും റിമാൻഡ് ചെയ്യുന്നു എന്നൊരു തീരുമാനത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം അതിനുവേണ്ടി കോടതിയെ സമീപിക്കുക. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് പത്മകുമാർ നീങ്ങുകയാണ്.